ഹായ് എവരിവൺ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് പ്ലാന്റ് ടിഷ്യൂസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത്യാവശ്യം ബോട്ടണി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ, ബയോളജി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനകത്ത് നമ്മൾ ബോട്ടണി ആയിരുന്നു കുറച്ചായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പ്ലാന്റ് ടിഷ്യൂസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്ലാന്റ് ടിഷ്യൂസ് മാത്രമല്ല പ്ലാന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നോക്കിയേ നിങ്ങൾ. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസ്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമുക്കറിയാം സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂസ് ഉണ്ടാവുന്നത് അല്ലേടാ. സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസിന്റെ കേസിലോട്ട് പോവാണെങ്കിൽ ഞാൻ പറയട്ടെ, ടിഷ്യൂസിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് നമ്മൾ എന്ത് പേരാ പറയാം? നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. എന്താണ്? ഹിസ്റ്റോളജി എന്ന് പറയും അല്ലേ. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് എന്ത്? ഹിസ്റ്റോളജി. നമുക്കറിയാം. ഇനി ടിഷ്യൂസ് എന്താ സംഭവം? ദേ ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെ. സെല്ലുകളുടെ ഒരു ഗ്രൂപ്പാണ് എന്ത്? ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാവിങ് കോമൺ ഒറിജിൻ ആൻഡ് ഫംഗ്ഷൻ അല്ലെ. അവർക്ക് എന്താണ്? കോമൺ ഒറിജിൻ ആണ്, അതുപോലെ തന്നെ എന്താണ്? ഒരേ ഫംഗ്ഷനുമായിരിക്കും അല്ലെ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ടിഷ്യൂസിനെ നമുക്ക്, ഈ ഗ്രൗണ്ട് ടിഷ്യൂ നിങ്ങൾ അങ്ങനെ നോക്കണ്ട കേട്ടോ. ടിഷ്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി, ഒരുപാട് ഡീപ്പായിട്ട് പോണ്ട. ടിഷ്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയിട്ടും ഡിവൈഡ് ചെയ്യാം, പെർമനന്റ് ടിഷ്യൂ ആയിട്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. പ്ലാന്റ് ടിഷ്യൂസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. എങ്ങനെയാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനന്റ് ടിഷ്യൂസ്. ഓക്കെ, അവർ തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്താണ്? സെൽസ് ദാറ്റ് കൻ ഡിവൈഡ് ആർ ക്ലാസിഫൈഡ് ഇൻടു, അല്ലെങ്കിൽ ദേ ആർ റിലേറ്റഡ് ടു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെ. സെല്ലുകൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ് ഇതിനകത്ത് പെടുന്നത്? നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനകത്ത് പെടുന്നത്. അപ്പോൾ പെർമനന്റ് ടിഷ്യൂ നോക്കിയടാ, നോ സെൽ ഡിവിഷൻ അല്ലെ, അല്ലെങ്കിൽ സെൽസ് കാൺ ബി ഡിവൈഡഡ് അഗെയിൻ അല്ലെ. സെൽസ് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പെർമനന്റ് ടിഷ്യൂവിനകത്ത് സെൽ ഡിവിഷൻ ഇനി പോസിബിൾ അല്ല. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനകത്ത് പിന്നെ എന്ത് നടക്കുന്നുണ്ട്? സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ഓക്കെ, സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3, അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 അല്ലേ. എങ്ങനെയൊക്കെയാ നോക്കിയേ? അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, നോക്കണേ. അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്, ഇന്റർ കാലറി മെരിസ്റ്റം ഉണ്ട്. എങ്ങനെയാടാ? ദേ ആർ ഡിവൈഡഡ് ഇൻടു 3. എങ്ങനെയൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇന്റർ കാലറി മെരിസ്റ്റം. ഓക്കെ, ഏതിന്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ. ഇനി പെർമനന്റ് ടിഷ്യൂസ് അല്ലെ. പെർമനന്റ് ടിഷ്യൂസ് ക്യാൻ ബി ഓൾസോ ഡിവൈഡഡ് ഇൻടു 2. എങ്ങനെയാ നോക്കിയേ? സിമ്പിൾ ഗ്രൗണ്ട് ഒന്നും പഠിക്കണ്ട, അപ്പൊ കൺഫ്യൂഷൻ ആവും. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. ഓക്കെ, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, അതുപോലെ തന്നെ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. ഓക്കെ, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, അതുപോലെ തന്നെ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ പെർമനന്റ് ടിഷ്യൂസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു എങ്ങനെയാണ്? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ആൻഡ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ക്യാൻ അഗെയിൻ ഓൾസോ ബി ഡിവൈഡഡ് ഇൻടു 3 അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? നമുക്ക് പാരന്റ് കൈമയുണ്ട് അല്ലെ, കോളൻ കൈമയുണ്ട് അല്ലെ, സ്ക്ലീറൻ കൈമയുണ്ട്. ഓക്കെ, എന്തൊക്കെയുണ്ട്? പാരന്റ് കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഓക്കെ, 2 L മതി കേട്ടോ. കോളൻ കൈമയ്ക്ക് എന്ത് മതി? 2 L മതി. COLLENCHYMA ആണ് എന്ത്? കോളൻ കൈമ. യെസ്, കിട്ടിയോ? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? പെർമനന്റ് ടിഷ്യൂസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. എങ്ങനെയാണ്? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. ഓക്കെ, പിന്നെ നമ്മൾ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂലോട്ട് എടുക്കുന്ന സമയത്ത് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3. എങ്ങനെയൊക്കെയാ? പാരന്റ് കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഓക്കെ, ഇനി കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. എങ്ങനെയാണ്? സൈലം ആൻഡ് ഫ്ലോയം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടിഷ്യൂസിന്റെ ബേസിസിൽ നമ്മൾ പഠിച്ചത്. ഇനി ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് എടുത്ത് പഠിക്കാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ പ്ലാന്റ് ടിഷ്യൂനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയിട്ടും അതുപോലെ തന്നെ പെർമനന്റ് ടിഷ്യൂ ആയിട്ടും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് പിന്നെയും സെൽ ഡിവിഷൻ നടക്കും. ഓക്കെ, പക്ഷെ പെർമനന്റ് ടിഷ്യൂവിൽ പിന്നെ സെൽ ഡിവിഷൻ നടക്കില്ല. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട് അല്ലെ, ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്, ഇന്റർ കാലറി മെരിസ്റ്റം ഉണ്ട്. അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ പെർമനന്റ് ടിഷ്യൂവിന്റെ കേസിലോട്ട് പോവുകയാണെങ്കിൽ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണുള്ളത്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. പാരന്റ് കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമയായിട്ട് അല്ലെ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിനെ ആണെങ്കിലോ സൈലം ഫ്ലോയോ ആയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത് ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും കേട്ടോ.
ഓക്കെ, അപ്പൊ അടുത്ത നോക്കിയാൽ നമ്മൾ ആദ്യം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ പഠിച്ചു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും, നമ്മൾ പഠിച്ചു. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആയി. ഇനി മെരിസ്റ്റം എന്താ നോക്കിയേ. മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് റീജിയൺ ഓഫ് ആ പ്ലാന്റ്. ഓക്കെ, ഒരു പ്ലാന്റിന്റെ ഗ്രോയിങ് റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, മെരിസ്റ്റം മീൻസ് ഗ്രോയിങ് റീജിയൻസ് ഓഫ് ആ പ്ലാന്റ്. ഓക്കെ, ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ്. അല്ലെ, ഈ മെരിസ്റ്റത്തിൽ എന്താ ഉള്ളത്? മെരിസ്റ്റത്തിനകത്ത് എന്താ ഉള്ളത്? ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആ ഉള്ളത്. അല്ലെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സെൽസ്. അല്ലെ, അതിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? എബിലിറ്റി ടു ഡിവൈഡ്. അല്ലെ, മെരിസ്റ്റംസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അതിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? ഡിവൈഡ് ചെയ്യാൻ. അല്ലെ, പിന്നെ ഡിവൈഡ് ചെയ്ത് ഗ്രോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അല്ലെ, ഇനി നോക്കിയേ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഗീവ്സ് റൈസ് ടു പെർമനന്റ് ടിഷ്യൂ. അല്ലെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആടാ പിന്നീട് എന്തായിട്ട് മാറുന്നേ? പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറുന്നേ. ഓക്കെ, സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പിന്നീട് എന്തായിട്ട് മാറുകയാണ്? പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഗിവ് റൈസ് ടു പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയാം. ഇനി എന്തില്ല? വാക്യൂൾസ് ഇല്ല. അല്ലെ, എന്താ വാക്യൂൾ എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അല്ലെ, നമുക്കിതൊക്കെ നന്നായിട്ട് അറിയാം. വാക്യൂൾ എന്താണ്, സെല്ലിനകത്ത് ആരൊക്കെയുണ്ട്, അല്ലെ, ഏതൊക്കെ ഓർഗനലൈസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പൊ ഇവിടെ എന്തില്ല? വാക്യൂൾസ് ഇല്ല. അല്ലെ, ഇനി നോക്കിയേ, ടിഷ്യൂസ് ആർ small, cuboidal and densely packed cells which keep dividing to form new cells. അല്ലെ, ഇവിടെ എങ്ങനെയാ ടിഷ്യൂസ് കാണുക? ചെറുതായിരിക്കും, അല്ലെ, ക്യൂബോയിഡൽ ആയിരിക്കും. ഓക്കെ, വളരെ ഡെൻസ്ലി, അല്ലെ, വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അല്ലെ, പിന്നെ എന്ത് ചെയ്യും? വിച്ച് കീപ് ഡിവൈഡിങ് ടു ഫോം ന്യൂ സെൽസ്. അല്ലെ, ഇവർ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ലുകൾ ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതൊക്കെ ഏതിന്റെ കേസാണ് നമ്മൾ പറയുന്നത്? മെരിസ്റ്റത്തിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കിട്ടിയോ? ഇവിടെ ലാറ്ററൽ മെരിസ്റ്റം കാണിക്കുന്നുണ്ട്, ഇവിടെ ഇന്റർ കാലറി മെരിസ്റ്റം കാണിക്കുന്നുണ്ട്. അല്ലെ, ഇവിടെ അപ്പിക്കൽ മെരിസ്റ്റം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കി വെച്ചോ, നമുക്ക് എന്നിട്ട് ഓരോന്നായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഇത് ഇങ്ങനെ കാണുന്ന, അല്ലെങ്കിൽ ഈ പറയുന്നത് ഈ പോർഷനിൽ കാണുന്ന ആളാണ് ആര്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർ കാലറി മെരിസ്റ്റം, അല്ലെ, ഈ പോർഷനിൽ കാണുന്ന ആളാണ് ഇന്റർ കാലറി അല്ല, ലാറ്ററൽ മെരിസ്റ്റം. അല്ലെ, പിന്നെ നോക്കിയേ, ഇവിടെ നിന്ന് എടുത്ത് ഈ ഏരിയയിൽ മാത്രം കാണുന്ന ആളാണ് ആര്? നമ്മുടെ ഇന്റർ കാലറി മെരിസ്റ്റം. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ ആൾക്കാരെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നോക്കിയേ, എപ്പിക്കൽ മെരിസ്റ്റം. അല്ലെ, അപ്പിക്കൽ മെരിസ്റ്റം എവിടെയാ കാണുക എന്ന് ചോദിക്കുവാണെങ്കിൽ നോക്കിയേ നിങ്ങൾ, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ റൂട്ട് ആൻഡ് സ്റ്റെം എപെക്സ്. ഓക്കെ, റൂട്ടിൽ അല്ലെങ്കിൽ സ്റ്റെം എപെക്സിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നത്. അപ്പൊ ഇവിടെ നോക്കിയോ, ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. അപ്പൊ നോക്കിയേ, ഇവിടെ അതുപോലെ തന്നെ ഇവിടെ, അല്ലെ, റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഷൂട്ടിൽ കാണുന്ന ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഓക്കെ, കിട്ടിയില്ലേ? യെസ്. ഇനി നോക്കിക്കോ, ഫൗണ്ട് ഇൻ റൂട്ട് ആൻഡ് സ്റ്റെം എപെക്സ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ലെങ്ത്, അല്ലെ, ഗ്രോ ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. അല്ലെ, എപ്പിക്കൽ മെരിസ്റ്റം നോക്കിയേ, ഇവിടെ അല്ലേ ഉള്ളേ. ഓക്കെ, ഇങ്ങനെ ഗ്രോത്ത് വേണ്ടേ? ഗ്രോ ചെയ്യുന്ന ഏരിയയിലാണ് ആര് കാണുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നത്. അല്ലെങ്കിൽ എന്താ തരിക നമുക്ക്? ലെങ്ത് തരും. അല്ലെ, പ്ലാന്റ് ലോങ് ആയിട്ട് വലുതായിട്ട് ഗ്രോ ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് ആരുള്ളത്? എപ്പിക്കൽ മെരിസ്റ്റം ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് ലാറ്ററൽ മെരിസ്റ്റം. എവിടെയാ നോക്കിയേ? സൈഡ്സ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. അല്ലെ, സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും സൈഡിലാണ് ആര് കാണുന്നത്? ലാറ്ററൽ മെരിസ്റ്റം കാണുന്നത്. നോക്കിയേ, ഇവിടെയാണ്, ഈ ഏരിയയിലാണ് ലാറ്ററൽ മെരിസ്റ്റം കാണുന്നത്. ഓക്കെ, ആ സൈഡ് ഏരിയയിലാണ് കാണുന്നത്. ഇനി യെസ്, സൈഡ്സ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. അല്ലെ, എന്തിനു വേണ്ടിയിട്ടാ? വിത്തിന് വേണ്ടിയിട്ട്. അല്ലെ, വിത്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ അപ്പിക്കൽ മെരിസ്റ്റം ഇങ്ങനെ ഗ്രോ ചെയ്യാൻ, അല്ലെ, ലെങ്ത് തരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ, അല്ലെ, വിത്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മാറിപ്പോരുത് കേട്ടോ. ഇനി ഇന്റർ കാലറി മെരിസ്റ്റോ അറ്റ് ദ ബേസ് ഓഫ് ഇന്റർ നോഡ്സ്. അല്ലെ, ബേസ് ഓഫ് ഇന്റർ നോഡ്സിലാണ് കാണുന്നത്. നോക്കിയേ, ഇങ്ങനെ ഇന്റർ നോഡ്സ് അല്ലേ, ഈ ഒരു ഏരിയയിൽ. ഓക്കെ, നോഡ്സ് അല്ലെങ്കിൽ ഇന്റർ നോഡ്സിന്റെ ഇടയിലാണ് ആരെ കാണുന്നത്? ഇന്റർ കാലറി മെരിസ്റ്റത്തിനെ കാണുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ലെങ്ത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ലെങ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഒക്കേഴ്സ് ബിറ്റ്വീൻ മെച്യൂർ ടിഷ്യൂസ്. ഓക്കെ, മെച്യൂർ ടിഷ്യൂസിന്റെ ഇടയിലായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, ഇനി നോക്കിയേ, if in grass like plants, after being eaten by animals, the plant grow with the help of intercalary meristem. അല്ലെ, അതായത് നമുക്കറിയാം, ഇപ്പോ പശു അല്ലെങ്കിൽ ആടോ എന്തെങ്കിലുമൊക്കെ പുല്ല് തിന്നു പോയാലും പിന്നെ ആ പുല്ല് വളരൂലോ.
അല്ലെ? അതെന്തുകൊണ്ടാ? അത് എന്തിന്റെ ഹെൽപ്പോട് കൂടിയാന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഇന്റർ കാലറി മെരിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, ഇന്റർ കാലറി മെരിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പശു അല്ലെങ്കിൽ നമ്മുടെ ഷീപ്പോ ഗോട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ, ആടൊക്കെ പുല്ല് നിന്ന് പോയാലും വീണ്ടും എന്ത് ചെയ്യുന്നത്? വളർന്നു വരുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി അടുത്ത നോക്കിയാലോ. അടുത്തത് പെർമനന്റ് ടിഷ്യൂ ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിവിടെ എഴുതാം. ഓക്കെ, ഓക്കെ, പെർമനന്റ് ടിഷ്യൂസ്. അപ്പൊ പെർമനന്റ് ടിഷ്യൂന്റെ ഫംഗ്ഷൻ എന്താന്ന് നോക്കുവാണെങ്കിൽ, ടിഷ്യൂസ് വിച്ച് ലോസ് ദ എബിലിറ്റി ടു അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് സെൽ ഡിവിഷൻ അല്ലെ. പെർമനന്റ് ടിഷ്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താ പറയുന്നത്? ടിഷ്യൂസ് വിച്ച് ലോസ്റ്റ് ദ എബിലിറ്റി ടു സെൽ ഡിവിഷൻ അല്ലെ. പിന്നീട് സെൽ ഡിവിഷൻ ഉണ്ടാവാത്ത ടൈപ്പ് ടിഷ്യൂസിനെയാണ് നമ്മൾ എന്തിനകത്ത് പെടുത്തുന്നത്? നമ്മൾ പെർമനന്റ് ടിഷ്യൂസിനകത്ത് പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ദേ ആർ സ്പെഷ്യലൈസ്ഡ് പെർഫോം ആ സ്പെസിഫിക് ഫംഗ്ഷൻ. ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ അല്ലെ, ആ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും എന്തുണ്ടാവുന്നത്? അവർ ഈ പ്ലാന്റിനകത്ത് ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയോ? അപ്പൊ ആലോചിച്ച് വെക്കുക, പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് പിന്നീട് എന്ത് നടക്കില്ല? സെൽ ഡിവിഷൻ നടക്കില്ല. ഓക്കെ, പെർമനന്റ് ടിഷ്യൂസിന് പിന്നീട് എന്ത് നടക്കില്ല? സെൽ ഡിവിഷൻ നടക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, ദേ ആർ സ്പെഷ്യലൈസ്ഡ് ടു പെർഫോം ആ സ്പെസിഫിക് ഫംഗ്ഷൻ അല്ലെ. അവരെന്താ ചെയ്യുന്നത്? ദേ ആർ സ്പെഷ്യലൈസ്ഡ് ടു പെർഫോം ആ സ്പെസിഫിക് ഫംഗ്ഷൻ. ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അവര് ഉള്ളത്, നമുക്കറിയാം. ഇനി എക്സാമ്പിൾ പാരൻകൈമ. ആദ്യത്തെ എക്സാമ്പിൾ പാരൻകൈമയുണ്ട്, ഓക്കെ, കോളൻ കൈമയുണ്ട്, ഓക്കെ, സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്, സ്ക്ലീറൻ കൈമയുണ്ട് അല്ലെ. ഇതിനൊക്കെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇനി നോക്കിയേ, സെൽസ് മേ ബി അലൈവ് ഓർ ഡെഡ്. രണ്ട് ഡിപ്പെൻഡഡ് ആയിരിക്കും. ചില സെല്ലുകൾ അലൈവ് ആയിരിക്കും, ചില സെല്ലുകൾ ഡെഡ് ആയിരിക്കും. ഓക്കെ, എന്താണ് അലൈവും ഡെഡും നമുക്കറിയാം. സെൽ അലൈവ് ആണെങ്കിൽ അതിനകത്ത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും അല്ലെ. പിന്നെ വേറെന്താണ്? നമുക്ക് സെൽ ഗ്രോത്ത് വേണമെങ്കിലും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സെൽ അലൈവ് ആണെന്ന് പറയുന്നത്. മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, പിന്നെ ഡിവിഷൻ ഒന്നും നടക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഡ് സെൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത് ഡിപ്പെൻസ് ട്ടോ, ചിലത് അലൈവ് ആയിരിക്കും, ചിലത് ഡെഡ് ആയിരിക്കും. ഇനി സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. ഓക്കെ, ഓക്കെ, നമ്മൾ അവിടെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? പെർമനന്റ് ടിഷ്യൂ എടുത്തു അല്ലെ. നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ, ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചപ്പോ പെർമനന്റ് ടിഷ്യൂ നമ്മൾ എടുത്തു. അതിനെ നമ്മൾ എന്ത് ചെയ്തടാ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എന്നോടൊന്ന് പറഞ്ഞു നോക്കിയേ, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആയിട്ടും അല്ലെ. പിന്നെ നമ്മൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്തേ? കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആയിട്ടും അല്ലെ. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ. ഈ സിമ്പിളിനെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തടാ? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തേ? നമ്മള് പാരൻകൈമ അല്ലെ, പിന്നെ കോളൻ കൈമ അല്ലെ, പിന്നെ സ്ക്ലീറൻ കൈമ അല്ലെ. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേ? സൈലം, ഫ്ലോയം അല്ലെ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇതിലെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂന്റെ കേസാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്താണ്? സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് അല്ലെ. ഒരേ ടൈപ്പ് ഓഫ് സെൽസ് വെച്ച് ഉണ്ടാക്കിയതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയ ടിഷ്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആയിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ബേസിക് കാര്യം, നമ്മൾ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂനെ ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെയാ പറയാന്ന് പറഞ്ഞാൽ, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ്. ഓക്കെ, ഒരേ ടൈപ്പ് ഓഫ് സെൽസ് വെച്ച് ഉണ്ടാക്കിയ ടിഷ്യൂസ് ആണ് ഇതിൽ പെടുന്നത്? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിനകത്ത് പെടുന്നത്. കിട്ടിയെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി ഡീറ്റെയിൽ ആയിട്ട് പോവാണെങ്കിൽ ആദ്യത്തെ പാരൻകൈമ. ഓക്കെ, പാരൻകൈമയ്ക്ക് തിൻ വാൾ ആയിരിക്കും, വളരെ തിൻ വാൾ ആയിരിക്കും. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കിയേ നിങ്ങൾ? തിൻ വാൾ അല്ലെ. These tissues are found in soft parts. Okay, plants ന്റെ soft parts ൽ കാണുന്ന ആൾക്കാരാണ് ആര്? ഈ പറയുന്ന പാരൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്സിൽ മാത്രമേ പാരൻകൈമ ഉണ്ടാവുള്ളൂ. ഇനി ഫംഗ്ഷൻ എന്താ നോക്കിയേ? The function of parenchyma tissues are storage അല്ലെ. ആദ്യത്തെ ആണ് ഏത്? സ്റ്റോറേജ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ എന്താ നോക്കിയടാ? ഫോട്ടോസിന്തസിസ് ഉണ്ട് അല്ലെ. സോ they helps in storage, photosynthesis and to help the plant float on water. Okay, so എന്തൊക്കെയാ അവരുടെ ഫംഗ്ഷൻ? ഓക്കെ,
അപ്പോൾ പാരൻകൈമയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെയാ പറയാ? ദി ഹെൽപ്പ് ഇൻ സ്റ്റോറേജ് അല്ലെ, അവർ സ്റ്റോറേജിൽ ഹെൽപ്പ് ചെയ്യും, ഫോട്ടോസിന്തസിസിൽ ഹെൽപ്പ് ചെയ്യും, പിന്നെ എന്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്സ് ദ പ്ലാന്റ്സ് ടു ഫ്ലോട്ട് ഓൺ വാട്ടർ അല്ലെ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇൻ അക്വാട്ടിക് പ്ലാന്റ്സ് there are large air sacs. Okay, aquatic plants ൽ എന്തുണ്ട്? വലിയ എയർ സാക്കുകൾ ഉണ്ട്. ഓക്കെ, കിട്ടിയോ? which give them buoyancy effect അല്ലെ, അതെന്താ ചെയ്യുന്നത്? buoyancy effect, നമുക്കറിയാം ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന അല്ലെ, buoyancy effect are surrounded by parenchymatous tissues അല്ലെ, ഇവരെ സറൗണ്ട് ചെയ്യുന്നത് ഏതാണ്? parenchymatous tissue ആണ് അവരെ സറൗണ്ട് ചെയ്യുന്നത്. ഈ parenchymatous tissue നെ നമ്മളൊരു പേരും കൂടെ പറയും, ഏറൻകൈമ എന്ന് പറയൂ കേട്ടോ. ഓക്കെ, ഏറൻകൈമ പാരൻകൈമയുടെ തന്നെയാണ്. ഓക്കെ, പാരൻകൈമയുടെ തന്നെ ഒരു ഡിവിഷൻ ആണ്. ഈ പാരൻകൈമാറ്റിക് ടിഷ്യൂസ് എവിടെ കാണുന്നത്? ഈ പറയുന്ന അക്വാറ്റിക് പ്ലാന്റ്സിൽ കാണുന്നത്. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെ ഫ്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആ ടൈപ്പ് ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏറൻകൈമ എന്ന് പറയുന്നത്. പാരൻകൈമയുടെ തന്നെ ഒരു ഡിവിഷൻ ആണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, കിട്ടിയില്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോയാലോ? നോക്കിയേ നിങ്ങള്, കോളൻകൈമ അല്ലെ. അപ്പൊ ഇതാണ് പാരൻകൈമ. നോക്കിയേ, ഇതാണ് പാരൻകൈമ. ഓക്കെ, വളരെ തിൻവോൾഡ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ തിൻവോൾഡ് ആണ് അല്ലെ, വളരെ തിൻവോൾഡ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് പാരൻകൈമ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോളൻകൈമ ടിഷ്യൂസ് ആണ്. നോക്കുമ്പോൾ ഇലോങ്ങേറ്റഡ് സെൽസ് അല്ലെ, കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ് ഇത് കോളൻകൈമ എന്ന് പറയുന്നത്. ഇനി ഹാവിങ് തിക്ക് വാൾ അല്ലെ, കുറച്ചുകൂടെ എന്താണ്? തിക്ക് വാൾ ആണുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എന്താണ്? കുറച്ചുകൂടെ തിക്ക് വാൾ കാണുന്നില്ലേ? ഓക്കെ, ഇച്ചിരികൂടെ തിക്ക് വാൾ. they are meant to provide mechanical support to the plant structure. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇവര് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും. നമ്മൾ ഗ്രോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്ചുറേഷന് മുന്നേ ഉള്ള പ്ലാന്റ്സ് ഇല്ലേ, ഓക്കെ, ആ ഗ്രോയിങ് സ്റ്റേറ്റിലൊക്കെയുള്ള പ്ലാന്റ്സ്, അതിനാണ് അല്ലെങ്കിൽ ഏർലി സ്റ്റേറ്റ്, ഓക്കെ, പ്ലാന്റ്സിന്റെ ഏർലി സ്റ്റേറ്റിലുള്ള ആൾക്കാരെയാണ് ആര്? ഈ കോളൻകൈമ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. പ്ലാന്റ്സ് ഗ്രോയിങ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏർലി സ്റ്റേറ്റിലാണ് ആര് സപ്പോർട്ട് ചെയ്യുന്നത്? കോളൻകൈമ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് പഠിച്ചു വെച്ചാൽ മതി. ഇനി പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു സ്റ്റെം അലോയിങ് ദം ടു ബെൻഡ് അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. ദേ പ്രൊവൈഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, സോ ദേ പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു സ്റ്റെംസ് അലോയിങ് ദം ടു ബെൻഡ്. ഓക്കെ, സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ ഡെഡ് സെൽസ് ആണ് കേട്ടോ. സ്ക്ലീറൻകൈമ എങ്ങനെയാണ്? ഡെഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ഓക്കെ, ഹാവിങ് തിക്ക് വാൾ അല്ലെ, ഹാവിങ് തിക്ക് സെൽ വാൾ. ഇതിനേക്കാൾ, അതായത് കോളൻകൈമയേക്കാൾ കൂടുതൽ തിക്ക് സെൽ വാൾ ആയിരിക്കും ആർക്ക് ഉണ്ടാവുക? സ്ക്ലീറൻകൈമയ്ക്ക് ഉണ്ടാവുക കേട്ടോ. അത്രയും തിക്ക് ആയിട്ടുള്ള സെൽ വാൾ ആയിരിക്കും. ഇനി ഫൗണ്ട് ഇൻ സീഡ് കവറിങ്. എവിടെയാ കാണുന്നത്? സീഡ് കവറിങ്സിൽ കാണാറുണ്ട്. ഓക്കെ, പിന്നെന്താണ്? പ്രൊവൈഡിങ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദ ബോഡി അല്ലെ, ബോഡിക്ക് അല്ലെങ്കിൽ ആ പ്ലാന്റിന് എന്തോ കൊടുക്കുന്നുണ്ട്? മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മെച്ചുറേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഏർലി സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് അല്ലെ, പിന്നീട് മെച്ചുറേഷൻ ഫേസിലോട്ടൊക്കെ പോകുന്ന ടൈപ്പ് പ്ലാന്റുകൾക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ആര്? സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്ലീറൻകൈമ എവിടെ കാണുമെന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ഹസ്ക് ഓഫ് കോക്കനട്ട് അല്ലെ, നമ്മുടെ കോക്കനറ്റിന്റെ ഹസ്കിൽ കാണുന്നത് സ്ക്ലീറൻകൈമയാണ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ കോളൻകൈമ എന്ന് പറയുന്നത് ഏർലി സ്റ്റേറ്റിൽ മെക്കാനിക്കൽ സപ്പോർട്ട്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാണ് ആര്? സ്ക്ലീറൻകൈമ. ഓക്കെ, അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, ഇനി കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ അല്ലെ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസിന്റെ കേസിൽ വരുവാണെങ്കിൽ നമ്മൾ സിമ്പിൾ പറഞ്ഞു ഒരേ ടൈപ്പ് സെൽസ് വെച്ചിട്ടായിരിക്കും എന്നല്ലേ. അപ്പൊ കോംപ്ലക്സിൽ വരുമ്പോൾ എന്താ വ്യത്യാസം ഉണ്ടാവുക? മോർ ദാൻ വൺ കൈൻഡ് ഓഫ് സെൽ അല്ലെ. മോർ ദാൻ വൺ കൈൻഡ് ഓഫ് സെൽ ആണ് ഏതിനകത്ത് വരുന്നത്? നമ്മുടെ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിനകത്ത് വരുന്നത്. ഓക്കെ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, സൈലമായിട്ടും ഫ്ലോയമായിട്ടുമാണ് ഡിവൈഡ് ചെയ്തത് അല്ലെ. സൈലത്തിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ നോക്കിയേ, സൈലം ഇസ് മേഡ് അപ്പ് ഓഫ് ട്രക്കിഡ്സ് ഉണ്ട്, ഓക്കെ, വെസൽസ് ഉണ്ട്, സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്. ഓക്കെ, കിട്ടിയോ? സോ സൈലം കൺസിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ സൈലം ഇസ് മേഡ് അപ്പ് ഓഫ് ട്രക്കിഡ്സ് ഉണ്ട്, വെസൽസ്, സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്. ഇപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നോക്കിയേ, അതെ, ഈ ഏരിയയിൽ കാണുന്ന ആൾക്കാരാണ് സൈലം വെസൽസ് എന്ന് പറയുന്നത്. ഈ പുറത്തെ ഏരിയയിൽ കാണുന്ന ആൾക്കാരെ സൈലം ഫൈബേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് കാണുന്ന ആൾക്കാരെ ട്രക്കിഡ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, ഏറ്റവും പുറത്ത് കാണുന്ന ആൾക്കാരെ സൈലം പാരൻകൈമ എന്ന് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നിങ്ങൾ ഒരുപാട് അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. യെസ്, ഇനി ഓക്കെ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. ഓക്കെ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിൽ തന്നെയാണ് സൈലം വരുന്നത്. അപ്പൊ സൈലത്തിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സൈലത്തിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് സൈലം.
ഓക്കെ, സൈലത്തിന്റെ ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. നോക്കുമ്പോൾ സൈലത്തിന്റെ ഫംഗ്ഷൻ നോക്കിയേ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം സോയിൽ ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ് അല്ലെ. സോയിലിൽ നിന്ന് സ്റ്റെംസിലോട്ടും ലീവ്സിലോട്ടും ഒക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആളാണ് ആര്? സൈലം. ഓക്കെ, അപ്പൊ സൈലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ട്രാൻസ്പോർട്ട്സ് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം സോയിൽ ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ് അല്ലെ, ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ്. സ്റ്റെമ്മിലോട്ടും ലീവ്സിലോട്ടും ഒക്കെ എന്ത് കൊടുക്കും? വാട്ടറും മിനറൽസും ഒക്കെ കൊടുക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാന്റ്. ഓക്കെ, പ്ലാന്റിന് മെക്കാനിക്കൽ സപ്പോർട്ടും പുള്ളി കൊടുത്തോളും. ഇനി സൈലം ഇൻപുട്ട് അല്ലെ, സൈലം രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാം. പ്രോട്ടോസൈലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോംഡ് ആൻഡ് സ്മോൾ ആയിരിക്കും. ഓക്കെ, പ്രോട്ടോസൈലം എന്ന് പറയുന്നത് ആദ്യം ഫോം ചെയ്താണ്, അതുപോലെ തന്നെ ചെറുതായിരിക്കും. മെറ്റാസൈലം എന്ന് പറയുമ്പോൾ സെക്കൻഡ്ലി ഫോംഡ് ആൻഡ് ലാർജ്. ഓക്കെ, രണ്ടാമത് ഫോംഡ് ആയിരിക്കും, കുറച്ചുകൂടെ എന്താണ്? വലുതായിരിക്കും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി ഫ്ലോയം. ഓക്കെ, ഫ്ലോയം നോക്കിയേ നിങ്ങൾ, മെയ്ഡ് അപ്പ് ഓഫ് സീവ് എലമെന്റ്സ് അല്ലെ. സീവ് എലമെന്റ്സ് ഉണ്ട്, ശ്രദ്ധിക്കണേ. സീവ് എലമെന്റ്സ്, സീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോയത്തിനകത്ത് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സീവ് എലമെന്റ്സ്, കമ്പാനിയൻ സെൽസ്, പാരൻകൈമ സെൽസ് ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് എന്തിനകത്ത് കാണുന്നത്? ഫ്ലോയത്തിനകത്ത് കാണുന്നത്. നമ്മൾ സൈലത്തിനകത്ത് കാണുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, എവിടെയാ കാണുന്ന നോക്കിയാൽ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ ബാർക്ക്. ഓക്കെ, ബാർക്കിന്റെ അല്ലെ, ട്രീയുടെ ഏറ്റവും പുറകിലുള്ള ബാർക്കിന്റെ ഇന്നർ ലെയറിൽ കാണുന്ന ആൾക്കാരാണ് ഫ്ലോയം. എന്താ ഫംഗ്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് പ്രിപ്പയർഡ് ബൈ ലീവ്സ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് അല്ലെ. അതായത് എന്താ ചെയ്യണേ? ഫുഡ് പ്രിപ്പയർ ചെയ്ത ഫുഡിനെ അല്ലെ, ലീവ്സ് പ്രിപ്പയർ ചെയ്ത ഫുഡിനെ എന്ത് ചെയ്യും? ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് പ്രിപ്പയർഡ് ബൈ ദ ലീവ്സ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ഫ്ലവർ. ഓക്കെ, അല്ലെ സോറി, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, അപ്പൊ അതാണ് ആരുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? നമ്മുടെ ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഏരിയ ആവുമ്പോൾ സീവ് എലമെന്റ്സ് ഉണ്ട്, സീവ് പോർസ് എന്ന് പറയും, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, സീവ് ട്യൂബ് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാരാണ് ആർക്കകത്തുള്ളത്? ഫ്ലോയത്തിനകത്തുള്ളത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഇത്രയും ആൾക്കാരുണ്ട്, ഇതാണ് ഫംഗ്ഷൻ, അത്രയും മതി. ഓക്കെ, നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കുറേ അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, വൺ വേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്ലോയത്തിൽ എങ്ങനെയാണെന്ന് അറിയോ? വൺ വേ ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സൈലത്തിൽ എങ്ങനെയാണ്? ടു വേ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഓക്കെ, ഫ്ലോയത്തിൽ എങ്ങനെയാണ്? വൺ വേ ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, വൺ വേ മാത്രമേ ഉള്ളൂ. അയ്യോ സോറി, ഞാൻ അങ്ങോട്ടോട്ട് മാറി പറഞ്ഞത് തോന്നുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, സൈലത്തില് വൺ വേ മാത്രമേ ഉള്ളൂ, ഫ്ലോയത്തിൽ ടു വേ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. സൈലത്തില് വൺ വേ ആണ്. ഓക്കെ, ഫ്ലോയത്തിൽ ടു വേ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാ. ഒന്ന് നോക്കുക, സൈലത്തിന്റെ കേസ് വരുവാണെങ്കിൽ സൈലത്തിൽ വൺ വേ ട്രാൻസ്പോർട്ടേഷനേ ഉള്ളൂ, ഒറ്റ വേ മാത്രമേ ഉള്ളൂ. വാട്ടർ ആൻഡ് മിനറൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അത്യാവശ്യം തിക്കായിട്ടുള്ള വോളുകളൊക്കെ ഉണ്ടാവും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. വൺ വേ മാത്രമേ ഉള്ളൂ, വാട്ടർ ആൻഡ് മിനറൽസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫ്ലോയത്തിലാണെങ്കിലോ ടു വേ ആണ്. ഓക്കെ, വാട്ടറും ഫുഡൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ട്രാൻസ്പിരേഷൻ. ഓക്കെ, ട്രാൻസ്പിരേഷൻ എന്താ പറയുകയാണെങ്കിൽ, process of loss of water from the leaf in the form of water vapor through stomata. അല്ലെ, എന്താ നടക്കുന്നത്? പ്രോസസ് ഓഫ് വാട്ടർ ലോസ്, ഒരു വാട്ടർ ലോസിന്റെ പ്രോസസ് ആണ് നടക്കുന്നത്. ഓക്കെ, എവിടെ നിന്നാ നോക്കിയേ? ഫ്രം ലീവ്സ് അല്ലെ. അപ്പൊ ലീവ്സിൽ നിന്ന് ഒരു വാട്ടർ ലോസിന്റെ പ്രോസസ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇൻ ദ ഫോം ഓഫ് അല്ലെ, ഏത് ഫോമിലാണ് വാട്ടർ പോകുന്നത്? വാട്ടർ വേപ്പറിന്റെ ഫോമിലാണ് വാട്ടർ പോകുന്നത്. ഓക്കെ, ത്രൂ ഏത് വഴിയാണ്? സ്റ്റൊമാറ്റ വഴിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് വാട്ടർ ലോസ് ആണ്. ആ വാട്ടർ ലോസ് വാട്ടർ വേപ്പർ പോലെയാണ് പോകുന്നത്. ഓക്കെ, ലീഫിൽ നിന്നാണ് പോകുന്നത് അല്ലെ, ലീഫിലെ സ്റ്റൊമാറ്റയിൽ നിന്നാണ് പോകുന്നത്. ഓക്കെ, സ്റ്റൊമാറ്റയിൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് ചോദിക്കുവാണെങ്കിൽ ഗാർഡ് സെൽ സറൗണ്ടിങ് ദ സ്റ്റൊമാറ്റ അല്ലെ, സ്റ്റൊമാറ്റയുടെ അവിടെ നമ്മൾ കാണുന്ന ഗാർഡ് സെൽസിലൂടെയാണ് ഈ വാട്ടർ ലോസ് നടക്കുന്നത്. ഓക്കെ, ഇനി കീപ്സ് ദ പ്ലാന്റ് ആൻഡ് ദ സറൗണ്ടിങ്സ് കൂൾ അല്ലെ, പ്ലാന്റിനെയും അതുപോലെ തന്നെ ഒരു സറൗണ്ടിങ്സിനെയും കൂളാക്കി വെക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ട്രാൻസ്പിരേഷൻ സഹായിക്കുന്നുണ്ട്. ഇനി റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ ക്യാൻ ബി മെഷേർഡ് ബൈ ഗാനോൺസ് ഫോട്ടോമീറ്റർ. ഓക്കെ, ഗാനോൺസ് ഫോട്ടോമീറ്റർ വഴി നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കണേ. റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഫോട്ടോമീറ്റർ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇന്ന് നോക്കിയേ, helps in the absorption and upward movement of water and minerals from the roots to the leaves occur in the presence of sunlight. Okay, അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി.
ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലീവ്സിൽ നിന്ന് എന്ത് നടക്കുന്നുണ്ട്, വാട്ടർ ലോസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ വാട്ടർ ലോസ് നടക്കുന്ന സമയത്തില്ലേ ഒരു ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. എവിടെ, ലീവ്സിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊരു സക്കിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സിന് പോലെ അല്ലെങ്കിൽ ഒരു സക്ഷനുള്ള കാരണമാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെന്തിന് ഉള്ള വഴിതിരിക്കും, ഇറ്റ് ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ആൻഡ് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ, റൂട്ടിൽ നിന്ന് അപ്വേർഡ് മൂവ്മെന്റ് അല്ലെ, വാട്ടറിന്റെ മിനറൽസിന്റെ ഒക്കെ അപ്വേർഡ് മൂവ്മെന്റ് നടക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, occurs in the presence of sunlight. ഏതിന്റെ പ്രസൻസിലാ, സൺലൈറ്റിന്റെ പ്രസൻസിലാണ്. നിങ്ങൾ അപ്പോൾ ഒരുപാട് അങ്ങനെ ഭയങ്കര ആയിട്ട് എന്തോ പറയുന്ന അങ്ങനെ വിചാരിക്കേണ്ട, അത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്കറിയാം നമ്മുടെ ലീഫ് അല്ലെ, ലീഫിൽ നിന്ന് ട്രാൻസ്പിറേഷൻ വഴി എന്ത് പോകുന്നുണ്ട്, വെള്ളം പോകുന്നുണ്ട് അല്ലെ, വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്, നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് നടക്കുന്ന സമയത്ത് ലീഫിൽ ഒരു ടെൻഷൻ ഫോം ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഒരു സക്കിങ് അല്ലെങ്കിൽ ഒരു സക്ഷന് കാരണമാവും. ഓക്കെ, ഒരു സക്കിങ് ആയിട്ടുള്ള ഒരു ഇതിന് കാരണമാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്യൂലോ വാട്ടർ മിനറൽസും ഒക്കെ. ഓക്കെ, അപ്പൊ അതിനൊരു അപ്വാർഡ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സൺലൈറ്റിന്റെ പ്രസൻസിൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലോട്ട് പോവാം. അടുത്ത നോക്കിയേ, ഗട്ടേഷൻ അല്ലെ. ഗട്ടേഷൻ നമുക്ക് അറിയായിരിക്കും, പ്രോസസ് ഓഫ് ദ എസ്കേപ്പ് ഓഫ് ലിക്വിഡ് ഫ്രം ടിപ്പ് ഓഫ് ദ ലീഫ്. Water is lost through pores, അതായത് ഹൈഡത്തോഡ്സ് found at the end of veins occur in early morning and night. അല്ലെ, നമുക്കറിയാം ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിലൊക്കെ നമ്മുടെ ലീവ്സിൽ എന്തുണ്ട്, വെള്ളം ഉണ്ടാവും അല്ലെ. അതിന് കാരണമാണ് എന്ത്, ഗട്ടേഷൻ എന്ന് പറയുന്നത്. ഗട്ടേഷൻ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു പ്രോസസ് ഓഫ് എസ്കേപ്പ് ഓഫ് ലിക്വിഡ് ആണ് അല്ലെ. ലിക്വിഡിന്റെ എസ്കേപ്പ് ആണ് നടക്കുന്നത്. ഏത് വഴിയാണ്, ടിപ്പ് ഓഫ് ദ ലീഫ് അല്ലെ. ഓക്കെ, ഫ്രം ദ ടിപ്പ് ഓഫ് ദ ലീഫ് അല്ലെ. ഈ ടിപ്പ് ഓഫ് ദ ലീവ്സിൽ എന്തുണ്ട്, ഹൈഡത്തോഡ്സ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, പ്രോസസ് ഓഫ് എസ്കേപ്പ് ഓഫ് ലിക്വിഡ് ഫ്രം ടിപ്പ് ഓഫ് ദ ലീഫ്, വാട്ടർ ഇസ് ലോസ്റ്റ് ത്രൂ പോർസ് അല്ലെ. പോർസ് വഴിയാണ്, ഹൈഡത്തോഡ്സ് എന്ന് പറഞ്ഞാൽ പോർസ് വഴിയാണ് പോകുന്നത്. ഫൗണ്ട് ഇൻ ദ വെയിൻസ് അല്ലെ, ലീഫിന്റെ വെയിൻസിൽ അല്ലെങ്കിൽ ലീഫിന്റെ എൻഡ് ഓഫ് ദ വെയിൻസിലൊക്കെയാണ് നമുക്ക് ഇത് കാണുന്നത്. ഓക്കെ, ഇത് ഏത് സമയത്താണ്, ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത് എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, പ്ലാന്റ് ടിഷ്യൂസ്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കാം, ഫോട്ടോസിന്തസിസ് പഠിക്കാം. ഓക്കെ, ബൈ.